അസ്സലാമലൈക്കും. അപ്പം നമുക്ക് കുറച്ച് കായലിലെ ഞണ്ട് പാപ്പ കൊണ്ട് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നമുക്ക് റോസ്റ്റ് ചെയ്ത് വെക്കാം. അപ്പോൾ അതിലേക്ക് കറിവേപ്പില, തേങ്ങാക്കൊത്ത്, ഇഞ്ചി, കൊച്ചുള്ളി, വെളുത്തുള്ളി ചതച്ചത്, ക്യാപ്സിക്കം, തക്കാളി, സവാള, മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാലപ്പൊടി, ഇത്രയാണ് നമ്മൾ ഇതിനായിട്ട് എടുക്കുന്നത്. അപ്പോൾ അതിലേക്ക് നമ്മൾ ഒരു പാത്രം വെച്ച് ചൂടായി കഴിയുമ്പോഴത്തേനും കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അതൊന്ന് നല്ല രീതിയിലൊന്ന് ചൂടായി വരുമ്പോഴത്തേനും അതിനകത്ത് തേങ്ങാക്കൊത്തും കൊച്ചുള്ളി, വെളുത്തുള്ളി, ഇഞ്ചിയും കൂടെ ചതച്ചതും കൂടി ഇട്ടിട്ട് നല്ല രീതിയിൽ ഒന്ന് വഴറ്റിയെടുക്കുക. അതിൻ്റെ പച്ചമണം മാറി കഴിയുമ്പോൾ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. ഇതെല്ലാം നല്ല രീതിയിലൊന്ന് വഴണ്ട് വരുമ്പോഴത്തേനും സവാള അതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കാം. ഇതെല്ലാം കൂടി നല്ല രീതിയിലൊന്ന് വഴണ്ട് വരുമ്പോഴത്തേനും നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. തക്കാളിയും കൂടി ഇട്ട് നല്ല വഴണ്ട് വരുമ്പോഴത്തേനും നമുക്ക് ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കാം. ക്യാപ്സിക്കം ചേർക്കുന്ന ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ക്യാപ്സിക്കം കൂടി ചേർത്തിട്ട് അതിലേക്ക് നമ്മുടെ പൊടികളെല്ലാം കൂടി ഇട്ടതിന് ശേഷം അതിൻ്റെ പച്ച മണം മാറുന്നിടം വരെ ഒന്ന് വഴറ്റി ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം. നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം കുറച്ചുകൂടെ വെളിച്ചെണ്ണ ഒഴിക്കാവുന്നതാണ്. ഇതിലേക്ക് നമ്മൾ ഞണ്ട് വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഇത് വേവാൻ വേണ്ടിയിട്ട് വെള്ളമൊന്നും ഒഴിക്കുന്നില്ല. ഈ ഞണ്ട് അടച്ച് വെച്ച് ചെറിയ തീയിൽ വേവിക്കുമ്പോഴത്തേനും ഇതിനകത്തുനിന്ന് വെള്ളമെല്ലാം ഇറങ്ങി നല്ല രീതിയിൽ പുരണ്ടിരിക്കും. എന്നിട്ട് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇത് അടച്ച് വെച്ചിട്ട് ഒന്ന് വേവിക്കുകയാണ് ചെയ്യുന്നത്. ഇടയ്ക്കിടയ്ക്കൊന്ന് നോക്കണം, ഒന്ന് ഇളക്കി കൊടുക്കണം ഇടയ്ക്കിടയ്ക്ക്. അപ്പം കണ്ടോ, ഇപ്പോൾ തന്നെ അതിനകത്തുനിന്ന് നല്ല രീതിക്ക് വെള്ളം ഇറങ്ങാൻ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പം നമ്മുടെ ഞണ്ടെല്ലാം നല്ല സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക്